ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാനൽ 13.8 സ്വാഗതം. ഞാൻ ഗൗതമൻ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ക്ഷത്രിയ ഭാരതവും മഹാഭാരതവും. രണ്ട് ഭാരതം, ഒന്ന് ക്ഷത്രിയ ഭാരതം, ഒന്ന് മഹാഭാരതം. ഇത് തമ്മിലുള്ള ബന്ധം എന്താണ്? അശോക ചക്രവർത്തി ഭരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ശേഷം വന്ന രാജാക്കന്മാരാരും അത്ര പ്രഗത്ഭരായിരുന്നില്ല അശോകന് ശേഷം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സെൻട്രലൈസ്ഡ് റൂള് ദുർബലമായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും ലോക്കൽ കിങ്സ്, അദ്ദേഹത്തിന് ശേഷം ധാരാളം ഗോത്ര രാജാക്കന്മാർ അദ്ദേഹത്തിൻ്റെ കീഴിലുണ്ടായിരുന്നു, ആയിരക്കണക്കിനുണ്ടായിരുന്നു. അവരിൽ പലരും അവിടെ ഇവിടെയൊക്കെ തലപൊക്കാൻ തുടങ്ങി. അപ്പം അങ്ങനെ 232-224 സമയത്ത് ഭരിച്ചുകൊണ്ടിരുന്നത് ദശരഥ മൗര്യയായിരുന്നു. അതായത് അശോകൻ്റെ മകൻ ദശരഥ മൗര്യ. അപ്പോൾ അദ്ദേഹം അശോകനെ പോലെയൊന്നും അത്ര ഏബിളായിരുന്നില്ല. അപ്പോൾ ആ കാലഘട്ടത്ത് ഇന്നത്തെ മധ്യപ്രദേശിൽ ഇൻഡോർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഭരണം നടത്തിയിരുന്ന ഒരു രാജവംശമായിരുന്നു ഹയ്യ രാജവംശം. അതൊരു ക്ഷത്രിയ രാജവംശമായിരുന്നു, അതായത് ഇത് ഗോത്ര രാജവംശം. അതെല്ലാം ഈ ദശരഥ മൗര്യയുടെ കീഴിലാണ്. എന്നാൽ അവർ ഗോത്ര രാജാക്കന്മാരായിട്ട് അവിടെ ഭരണം നടത്തിയത് നാട്ടുരാജാക്കന്മാരായിരുന്നു. ഈ ഹയ്യ രാജവംശത്തിലെ രാജാവിൻ്റെ പേരായിരുന്നു കാർത്തവ്യർ. നമുക്കറിയാം, അദ്ദേഹം ഒരു ദിവസം രാവിലെ ഒരു അടിപിടി കേസ്, ഒരു യുദ്ധത്തിന് പോകുന്നു. എവിടെ പോകുന്നു? അവിടെ കുറേ ആൾക്കാരെയും കുതിരയെല്ലാം കൊണ്ട് പോകുന്നു. അവിടെ ചെന്നിട്ട് യുദ്ധത്തിൽ തോറ്റുപോയി കുറേ ആൾക്കാർ മരിച്ചു, കുറേ കുതിരകൾ മരിച്ചു. അങ്ങനെ അവിടുന്ന് തിരിച്ചു പോകുന്ന വഴി അവിടുന്ന് ശത്രുക്കൾ ഓടിച്ചുകൊണ്ട് വളരെ സ്പീഡിൽ പോകുന്നു. ഇവിടെ നിന്നപ്പോഴത്തേക്കും കുറച്ച് 10-17 പേരേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം കുറേ ചത്തുപോയി, 4 പാട് ഓടി, അല്ലെങ്കിൽ കൈയും കാലൊക്കെ ഒടിഞ്ഞ് തിരിച്ചു വരാതെ വയ്യാതായി. അവരങ്ങനെ വന്ന് മെഹു എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഇൻഡോറിൽ മെഹു എന്ന സ്ഥലത്ത് വന്നു. അപ്പോഴത്തേക്ക് ഉച്ച കഴിഞ്ഞ് 2-3 മണിയായി. രാവിലെ തൊട്ട് അങ്ങോട്ട് പോയി അതിന് തിരിച്ചിങ്ങോട്ടൊന്നും ആഹാരമൊന്നും കഴിച്ചിട്ടില്ല. വഴി വലിയ പരിചയമില്ല. അപ്പോഴത്തേക്ക് ഈ കുതിരകൾ തന്നെ വലഞ്ഞു. ഇവർക്ക് തന്നെ വെള്ളം പോലും കിട്ടുന്ന ഭയങ്കര ചൂടത്ത്. അവരിങ്ങനെ ഒരു നദിയുടെ കരയിൽ വന്ന് ആഹാരമെല്ലാം കഴിക്കാനൊന്നുമില്ല. എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കിയപ്പോൾ ഒന്നുമില്ല. ഒരു നദിയുടെ തീരത്തൊന്നിരുന്ന് അവിടുത്തെ വെള്ളമെല്ലാം കുടിച്ചൊരു മരത്തിൻ്റെ കീഴിൽ ഇങ്ങനെ ദൂരെ ഒരു സ്ഥലത്ത് ഒരു ചെറിയ ആശ്രമം പോലെ ഉണ്ട്, ചെറിയൊരു കൂരപ്പര ഒരുത്തം കണ്ടു. അപ്പോൾ നമുക്ക് അവിടെ പോയാൽ എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ച് ഇവരെല്ലാം അങ്ങോട്ട് ഈ കുതിരയെ ഇവിടെ മേയാൻ വിട്ടിട്ട് അങ്ങോട്ട് പോയി. ഇവരുടെ നടപ്പും വരവും എല്ലാം കണ്ടപ്പോഴത്തേക്ക് ആ കൂരയിൽ അവിടെ ഇരുന്ന ആ മനുഷ്യൻ വളരെ ക്ഷീണിതരായിട്ടാണ് വരുന്നത്, ആഹാരം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഭാര്യയൊക്കെ വിളിച്ച് പറഞ്ഞു എന്തെങ്കിലും ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇവർക്ക് വേഗം ചില പൊടി അതൊക്കെ കൊണ്ട് ഏതാണ്ടൊക്കെ ഉണ്ടാക്കി കുറേ കായ്കനികളെല്ലാം കൊണ്ട് പഴമെല്ലാം കൊണ്ട് കൊടുത്ത് എല്ലാവർക്കും പാല് കൊണ്ടുള്ളത് പോലെ ഏതാണ്ട് കുടിക്കാൻ കൊടുത്തു എല്ലാവർക്കും. അപ്പോൾ ഇത്രയും 10-17 പേർക്ക് പാൽ കൊണ്ടെല്ലാം കൊടുക്കുമ്പോഴത്തേക്ക് ഇവർക്ക് അതിശയം, ഇതെങ്ങനെ ഇവിടെ പശുവിനൊന്നും കാണുന്നുമില്ല, ഇത്രയും പേർക്ക് അല്ലെങ്കിൽ പാലോ തൈരോ അല്ലെങ്കിൽ ലസ്സി അതായിരിക്കും ഇവർക്ക് കുടിക്കാൻ കൊടുത്തത്. അപ്പോൾ ഇത്രയും പാൽ കൊണ്ടുള്ള സാധനം തരാനായിട്ട് ഇവിടെ പശുവിനൊന്നും കാണുന്നുമില്ല, ഇത്രയും ചെറിയ കൂട്ടിനകത്ത് എന്തോ അപ്പോൾ അതിശയായി. ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് ഈ കായ്കനികളെല്ലാം തിന്നെല്ലാം കഴിയുമ്പോഴത്തേക്ക് ഇവരുടെ ക്ഷീണമൊക്കെ മാറി. അപ്പോഴത്തേക്ക് അയാൾ പറഞ്ഞു, ഞാനിതുപോലെ ഹയ്യായിലെ രാജാവാണ്, എൻ്റെ പേര് കാർത്തവ്യർ എന്നാണ് എന്നൊക്കെ പറഞ്ഞ് ഇയാളോട് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴത്തേക്കാണ് ഒരു പശുവിൻ്റെ കരച്ചിൽ കേട്ടു. പശുവിൻ്റെ കരച്ചിൽ കഴിയുമ്പോഴത്തേക്ക് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ, ഈ വയസ്സിൻ്റെ ഭാര്യ അവിടെ പോയി പശുവിനെ മാറ്റിക്കിട്ടു. ആ പശുവിനെ കണ്ടപ്പോഴത്തേക്കും ഈ കാർത്തവ്യറിന്, കാരണം അത്രയും വലിയ അകടുള്ള ഒരു പശുവിനെ അയാൾ കണ്ടിട്ടില്ല. അപ്പോൾ അയാൾ തോന്നി ഇന്നത്തെ പോക്ക് മുഴുവൻ നഷ്ടമാണ്. ഒത്തിരി ആൾക്കാർ മരിച്ചു, കുറേ ആൾക്കാർ എവിടെയാണെന്ന് പോലും അറിയത്തില്ല, 4 വർഷം ഓടി, ഒന്നും കിട്ടിയില്ല. അപ്പോഴത്തേക്കും ഈ പശുവിനെ കിട്ടുവാണെങ്കിൽ ഇന്ന് സംഭവിച്ച നഷ്ടത്തിനെല്ലാം ഒരു സമാധാനമാവും, അല്ലെങ്കിൽ ഒരു ശാന്തിയാകും. അതുകൊണ്ട് ഈ പശുവിനെ എങ്ങനെയെങ്കിലും കിട്ടണം. അപ്പോൾ പശുവിനോട് ചോദിച്ചു, ഈ പശുവിനെ എനിക്ക് തരുമോ? അയ്യോ, എൻ്റെ കുറച്ച് അത് തരത്തില്ല, എനിക്ക് 3-4 ആമ്പിള്ളേരുണ്ട്, പക്ഷേ അവരെ കൊണ്ട് യാതൊരു ഗുണവും ഇല്ല, ഈ പശുവിനെ കൊണ്ട് ഞങ്ങൾ കഴിഞ്ഞു പോകുന്നത് എന്നതുകൊണ്ട് ഇതിനെ തരാൻ പറ്റത്തില്ല എന്ന് അയാൾ പറഞ്ഞു. പറ്റത്തില്ല, ഇതിനെങ്ങനെയെങ്കിലും കാർത്തവ്യറിന് എങ്ങനെയെങ്കിലും പശുവിനെ വേണം. കാർത്തവ്യർ പറഞ്ഞു എനിക്ക് പശുവിനെ വേണമെന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞു തരില്ല എന്ന് പറഞ്ഞു. അവരുടെ അയാൾ പറഞ്ഞു, കൂടെയുള്ള ആൾക്കാർ പറഞ്ഞു ആ പശുവിനെ അഴിച്ചുകൊണ്ട് പോകാൻ പറഞ്ഞു. കൂടെയുള്ള ആൾക്കാർ പശുവിനെ അതിൻ്റെ കിടാവിനെ അഴിച്ചുകൊണ്ട് പോയി. അപ്പോഴത്തേക്ക് ഈ വയസ്സിന് തടസ്സം പിടിച്ചു. വയസ്സിനെ തട്ടി താഴെയിട്ട് അയാൾ ആ കൂരയുടെ ഒരു തൂണപ്പോ വീണ് ആ കൂര പോലും ഒരു വശത്തേക്ക് ചെരിഞ്ഞു പോയി. അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. വയസ്സിനായുടെ ഭാര്യയെ നിലവിളിച്ച് പുറകെ ഓടിയെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഈ പശുവിനെ കൊണ്ട് കാർത്തവ്യരുമായിട്ട് ആൾക്കാരും പോയി. അന്ന് പിന്നെ ഈ വയസ്സിന് അങ്ങനെ വഴിയിലോട്ട് നോക്കിക്കൊണ്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ഇത്
മെഹു എന്ന് പറഞ്ഞ സ്ഥലത്താണ്, ഇന്നത്തെ ഇൻഡോറിന് അടുത്തുള്ള സ്ഥലം. ഇൻഡോറിൽ നിന്ന് ബോംബെയിലേക്കുള്ള വഴിയിൽ നിന്ന് ഒരു 45 കിലോമീറ്റർ പിന്നെയും വടക്ക് പടിഞ്ഞാറോട്ട് പോകുമ്പോഴത്തേക്കും തെക്ക് പടിഞ്ഞാറോട്ട് പോകുമ്പോഴത്തേക്കും ഉള്ള സ്ഥലമാണ് ഈ മെഹു. ഇന്ന് ആ സ്ഥലത്തിൻ്റെ പേര് ജനപ്പാവ്കുടി എന്നാണ്. ജനപ്പാവ്കുടി ഇൻഡോറിൽ നിന്ന് എക്സാക്റ്റ് 45 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറ് ഹൈവേ കൂടെ തന്നെ വരുമ്പോഴത്തേക്കുള്ള സ്ഥലമാണ് ജനപ്പാവ്കുടി. ഈ ജനപ്പാവ്കുടിയുടെ അന്നത്തെ പേര് മെഹു എന്നായിരുന്നു. അതായത് ഈ പറയുന്ന ഇപ്പം ഈ പറഞ്ഞ സംഭവങ്ങൾ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ വയസ്സിൻ്റെ 3 മക്കൾ, ഏറ്റവും ഇളയ മക്കളുടെ ആളുടെ പേരാണ് രാമൻ. അദ്ദേഹം പണ്ട് ഇതുപോലെ തന്നെ ഒരു നാട്ടുരാജാവിൻ്റെ കൂടെ പൈസ കളക്ട് ചെയ്യാനും ടാക്സ് കളക്ട് ചെയ്യാനൊക്കെ നടന്ന ആളാണ് അദ്ദേഹം. ശരിക്കും അത് രാജാവിന് കൊടുക്കത്തില്ല. ഇയാൾ ബ്രാഹ്മണനാണ്, രാജാവ് ക്ഷത്രിയനാണ്, അതുകൊണ്ട് പൈസ കറക്റ്റായിട്ടും കൊടുക്കത്തില്ല, ഈഗോ ഉണ്ട്. അപ്പോൾ അയാൾ അത് പുട്ടടിച്ചുകൊണ്ട് നടക്കും. അങ്ങനെ ടാക്സ് രാജാവിന് കിട്ടാറില്ല. അങ്ങനെ അത് ദുർബലമായി അവസാനം ഈ നമ്മുടെ മൗര്യ രാജാവ് തന്നെ അവരെ ഓടിച്ചു വിട്ടു, ഇവിടെ രാജ്യം ഭരിക്കേണ്ടത്. അങ്ങനെ ഈക്ക് പണിയില്ലായിരുന്നു. അപ്പോൾ ഈക്ക് ഇപ്പോഴത്തെ പണി എന്താണെന്ന് വെച്ചാൽ ഇയാൾക്ക് ഗുണ്ടാപ്പണി. അതായത് ഏതെങ്കിലും ബ്രാഹ്മണരുമായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും തർക്കങ്ങളുണ്ടെങ്കിൽ ആ തർക്കം പോയി പരിഹരിക്കുക. തർക്കം പരിഹരിക്കുന്നത് എങ്ങനെയാണ്? അത് ബ്രാഹ്മണന് ഫേവറായിട്ട് പുള്ളി പരിഹരിക്കും. അപ്പോൾ ബ്രാഹ്മണിൽ നിന്ന് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അത് മേടിച്ച് പോക്കിട്ടിടും. ഇങ്ങനത്തെ ഇതാണ് ഈ പുള്ളിയുടെ പണി. അപ്പോൾ പുള്ളി എപ്പോഴും കയ്യിലൊരു ചെറിയ മള്ളു കൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് ഇദ്ദേഹത്തെ പരശുരാമൻ എന്ന് ആൾക്കാർ വിളിക്കാൻ തുടങ്ങി. പരശുവും കൊണ്ട് എപ്പോഴും നടക്കുന്നത് ഇങ്ങനെ തോളയിട്ട് നടക്കും. അതാണ് ഇളയ മകൻ്റെ പരിപാടി, ഗുണ്ടയാണ്. അപ്പോൾ ഈ വൈകുന്നേരം ഈ വയസ്സിനാന്ന് ഒരു ആഹാരമൊന്നും കഴിച്ചില്ല. വൈകുന്നേരം വരെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നു. അദ്ദേഹം വൈകുന്നേരം വരുമ്പോഴത്തേക്ക് പരശുരാമൻ വന്നു. പരശുരാമൻ വന്നപ്പോഴത്തേക്കും ചോദിച്ചു എന്തൊക്കെ പ്രശ്നങ്ങൾ ചോദിച്ചു. അപ്പോൾ ഇതുപോലെ പറഞ്ഞു, ഇതുപോലെ ഒരു ഹയ്യ എന്ന് പറഞ്ഞ രാജ്യത്തെ ഒരു കാർത്തവീയൻ എന്ന് പറഞ്ഞതിലൂടെ വന്നിരുന്നു. അവൻ പശുവിനെ അഴിച്ചുകൊണ്ട് പോയി. അവൻ എന്നെ ഉരുട്ടിയിട്ടു. ഈ വീട് പോലും ഇതുകൊണ്ട് ഒരു ചെരിഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പരശുരാമൻ പറഞ്ഞു, ഞാൻ മേടിച്ചുകൊണ്ടിരുന്ന പശു പരശുരാമൻ അവനെയൊക്കെ അറിയാം. ഈ മറ്റേ പണ്ട് ജോലി ചെയ്തതിനടുത്തുള്ള തന്നെ ഒരു രാജാവായിരുന്നു. ഇദ്ദേഹം രാത്രി തന്നെ ഇറങ്ങി നടന്നു. അങ്ങനെ നടന്നു കുറേ പോകണം. അങ്ങനെ ഇറങ്ങി നടന്ന് ഇതുപോലെ ഈ ഹയ്യായുടെ രാജ്യം അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോഴത്തേക്കും നമ്മുടെ കാർത്തവീരും അദ്ദേഹത്തിൻ്റെ സഹോദരനൊക്കെ വൈകുന്നേരത്തെ രാത്രികളുടെ ആഹാരമൊക്കെ കഴിച്ചിട്ട് കിടക്കാനുള്ള തത്രപ്പാടിലാണ് അവരവിടെ ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോഴത്തേക്കും ഈ ഇദ്ദേഹം ചെന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഡ്രസ് കോഡ് എന്തോ ഒരു ചെറിയ തോർത്ത് മുണ്ടിങ്ങനെ കുച്ചിരിക്കിയിട്ടുണ്ട്, ധാടിയുണ്ട്. ധാടിയുടെ ഇങ്ങനെ ഈ പരശു വെച്ചിട്ടുണ്ടെങ്കിൽ അത് അറിയത്തൊന്നുമില്ല. അദ്ദേഹം അതെടുത്ത് ഇങ്ങനെ ഇവരെ തിരികെ ആരും അറിയണമെന്ന് വിചാരിച്ചു. അദ്ദേഹം ഞാൻ ആരോടും ചോദിച്ചു, കാർത്തവീർ ആരാ എന്ന് ചോദിച്ചു, എവിടെ ഇരിക്കുന്നത്? അങ്ങനെ ഒരാൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇരിക്കുന്ന 2 പേരാണ്. ചേട്ടൻ അതിന് ഇരുന്ന് സംസാരിക്കുക. അവിടെ നിന്ന് ഇദ്ദേഹം നേരെ അവിടെ ചെന്നു. കയ്യിൽ നിന്ന് മഴു എടുത്ത് കാർത്തവീരനെ വെട്ടി സീരിയസ് ആയിരുന്നു. കാർത്തവീർ അവിടെ തന്നെ വീണു. ചേട്ടനെയും വെട്ടി, അനിയനെയും വെട്ടി, അദ്ദേഹത്തിനും വെട്ടുകൊണ്ട്. പക്ഷെ അത്ര സീരിയസ് ആയില്ല. അപ്പോൾ ഒച്ചയും ബഹളമെല്ലാം കേട്ടപ്പോഴത്തെ അവിടെ ആൾക്കാരെല്ലാം ഉറങ്ങാനൊക്കെ തുടങ്ങിയ ആൾക്കാരോടെല്ലാം ചാടി എണീറ്റു. അവരെല്ലാം കൈ കിട്ടിയെല്ലാം വെച്ച് ഇളി എറിഞ്ഞു. വലിയ കല്ലും കട്ടയെല്ലാം വെച്ച് എറിഞ്ഞ് കൊണ്ടിരുന്നു. ഭയങ്കര 4 ദിവസം കിട്ടി. അപ്പോൾ പുള്ളിക്ക് മനസ്സിലായി തലയ്ക്കാനും കൊണ്ടാൽ ഇവിടെ വീഴും, പിന്നെ എണീറ്റ് പോകാൻ പറ്റില്ല. അതുകൊണ്ട് പുള്ളി അവിടെ നിന്ന് വേഗം തന്നെ രക്ഷപ്പെട്ടു ഓടി. അങ്ങനെ ഓടി അയാൾ രക്ഷപ്പെട്ടു പോയി. അപ്പം വീട്ടിൽ പോയില്ല. ഇതിന് ശേഷം ഈ കാർത്തവീർ മരിച്ചു. കാർത്തവീരിൻ്റെ അനിയന് സീരിയസ് ആയിട്ട് കൊണ്ടു. അപ്പോൾ അതിനുശേഷം പിറ്റേ ദിവസപ്പോഴത്തേക്ക് ഈ കാർത്തവീരിൻ്റെ ആൾക്കാരെല്ലാം അദ്ദേഹത്തിൻ്റെ ശവദാഹമെല്ലാം നടത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടുകാരും മക്കളും കുറേ ആൾക്കാരെല്ലാം കൂടെ ഈ പരശുരാമൻ്റെ വീട്ടിൽ വന്നു. തലേന്ന് ഇവർ വന്ന ആ സമയത്ത് ഏതാണ്ട് അതേ സമയത്ത് തന്നെ ഇവിടെ വന്നു. ഇവിടെ പരശുരാമനില്ല. പരശുരാമൻ കഴിഞ്ഞപ്പോഴത്തേക്ക് വയസ്സുണ്ട്. അവർ കരഞ്ഞുകൊണ്ടിരിക്കുക പശു പോയതിന്. അവരെ ഇവിടെ വന്നു. പരശുരാമൻ എന്തെങ്കിലും ചോദിച്ചു. പരശുരാമൻ ഇവിടെ ഇല്ല. അവർ വയസ്സൊന്നും ചെയ്തില്ല. വയസ്സിനെ വെട്ടി വീട്ടിൽ തീയിട്ടു. അവർ ചെറിയ കൃഷികളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം നശിപ്പിച്ചു. എല്ലാം നശിപ്പിച്ചിട്ട് അവർ പോയി. ആ വയസ്സ് മാത്രം വീടിന് കുറച്ചപ്പുറത്ത് ഒരു പാറക്കൂട്ടത്തിന് അവിടെ പോയിരുന്നു, താഴേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. വൈകുന്നേരം അതേ സമയമായപ്പോഴത്തേക്കും പരശുരാമൻ വന്നു. പരശുരാമൻ ഇപ്പോൾ വീടില്ല, അവിടെ ചാരം മാത്രമേ ഉള്ളൂ. എല്ലാം പുകഞ്ഞ് കിടക്കുന്നു, പുകയുന്നുണ്ട്. കൃഷിയില്ല, തൊഴുത്തില്ല, ഒന്നുമില്ല. അപ്പോഴത്തേക്കും അമ്മ ഇറങ്ങി വന്നു, നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞു. അച്ഛനെ നോക്കി. അച്ഛനെ ഇഷ്ടം പോലെ വെട്ടിയിട്ടുണ്ട്, 10-21 വെട്ടിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും മറ്റേ മക്കളും വന്നു. അവരെല്ലാം ഇവരെ ശവദാഹം നടത്തി. ഈ പറയുന്ന പരശുരാമൻ ആരോടൊന്നും മിണ്ടാതെ പ്രതിജ്ഞ എടുത്തു, ഞാൻ ഈ ക്ഷത്രിയകുലം മുഴുവൻ നശിപ്പിച്ചിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞ് അയാൾ അവിടുന്ന് പോയി. പരശുരാമൻ അവിടുന്ന് പോയി
ക്ഷത്രിയെ നശിപ്പിക്കാനായിട്ട് പോയി. എന്നാൽ അദ്ദേഹം തലേദിവസം പോയ നമ്മുടെ കാർത്തികവീരൻ്റെ അങ്ങോട്ട് പോയില്ല. കാരണം അവരോട് നോക്കിയിരിക്കുക, ഇയാൾ വരുവാണെങ്കിൽ അയാളെ ശരിപ്പെടുത്താനായിട്ട് നോക്കി അവരിരിക്കണ്ട, അങ്ങോട്ട് പോയില്ല. അദ്ദേഹം വേറെ വഴിക്ക് പോയി. അവിടെ ചെന്നിട്ട് പല ഈ വിവരങ്ങളൊന്നും അറിയാത്ത, അന്ന് പത്രവും മാസികയൊന്നും ഇല്ലല്ലോ, അപ്പോൾ ഈ വിവരങ്ങളൊന്നും അറിയാത്ത ചില ക്ഷത്രിയ നാട്ടുരാജാക്കന്മാർ പല സ്ഥലത്തുണ്ടായിരുന്നു, പാവം പിടിച്ച്. അവരെല്ലാം വെട്ടി കുത്തി. എന്തിനാ വെട്ടിയെന്നോ കുത്തിയെന്നൊന്നും അവർക്കറിയത്തില്ല. അവർ ചിലരെ കൊന്നു, ചിലർക്ക് വെട്ടി, അവിടുന്ന് പോയി വേറെ സ്ഥലത്ത് പോയി. അപ്പോഴത്തേക്കും ഈ ക്ഷത്രിയെല്ലാം കൂടെ കൂടി ഈ പരശുരാമൻ എന്ന് പറഞ്ഞൊരിടത്തും പ്രാന്തളകി ഇതുപോലെ ക്ഷത്രിയന്മാരെല്ലാം വെട്ടുന്നുണ്ട്, അവൻ ഏതാണ്ടൊക്കെ പറയുന്നുണ്ട്, എന്തോ കാര്യം. അപ്പോഴത്തേക്ക് ഈ വിവരങ്ങളെല്ലാം പതുക്കെ എല്ലായിടമൊക്കെ അറിഞ്ഞു. ഇതുപോലെ തന്നെ കാർത്തികവീരൻ്റെ പ്രശ്നങ്ങളും അവിടെ നിന്ന് വെട്ടിയതും അദ്ദേഹത്തെ കൊന്നതും അദ്ദേഹത്തിൻ്റെ അനിയനെ വെട്ടിയതും അത് കഴിഞ്ഞ് പിന്നെ മറ്റ് ക്ഷത്രിയ രാജാക്കന്മാരെയൊക്കെ വെട്ടിയതും കാര്യമില്ലാപ്പോഴത്തേക്കും ക്ഷത്രിയന്മാരെല്ലാം ഒത്തുകൂടി പറഞ്ഞു, ഇനി എവിടെ കണ്ടാലും ഷൂട്ട് ആൻഡ് സൈറ്റ് അവനെ വെട്ടിക്കൊല്ലണം, അല്ലെങ്കിൽ അമ്പ ചെയ്ത് കൊല്ലണം. ഈ വിവരമൊക്കെ അറിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ക്ഷത്രിയന്മാർ രാജാക്കന്മാരെ പോയി തല്ലുകയും വെട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ. എന്നിട്ട് അങ്ങനെ പോയി വീട്ടിലൊന്നും തിരിച്ചു വരുന്നില്ല. നേരെ അങ്ങനെ പോയി വടക്കോട്ട് പോയി ഈ നമ്മുടെ പരശുരാമൻ കാശ്മീർ വരെ പോയി. അവിടെ പോയി ഒരു രാജാവിനോട് പോയി ആ രാജാവിനൊക്കെ വെട്ടി. അപ്പോഴത്തേക്ക് ഈ പ്രശ്നങ്ങളെല്ലാം അറിഞ്ഞു, വിവരങ്ങളെല്ലാം അറിയുകയും അദ്ദേഹം തിരിച്ച് തെക്കോട്ട് പോയി. അങ്ങനത്തെ അപ്പോൾ വഴി കൂടെ നടക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഓപ്പൺ ഏരിയ കൂടെ സ്പേസിൽ കൂടെ നടന്നാൽ ആൾക്കാർ കാണും. അതുകൊണ്ട് പുള്ളി ഒളിച്ചും പാത്തുമാണ് നടക്കുന്നത്. ഒന്നുമില്ല കാട്ടിൽ കൂടെ, അല്ലെങ്കിൽ കാട്ടിന് നടുക്കൂടി ഒഴുകുന്ന നദിയിൽ കൂടെയൊക്കെ നീന്തിയും ആ നദിയുടെ കരയിൽ കൂടെയൊക്കെ നടന്നതാണ് പുള്ളി ഒരു ദേശത്ത് നിന്ന് വേറെ ദേശത്തേക്ക് പോകുന്നത്. അങ്ങനെ പുള്ളി സൗത്ത് ലക്ഷ്യമാക്കി സൗത്തിലേക്ക് പോയി. അങ്ങനെ സൗത്തിലേക്ക് പോയി പുള്ളി ആദ്യം തമിഴകത്തെത്തി, അതിനുശേഷം കേരളത്തിലെത്തി. തമിഴകത്തെത്തി എന്ത് ചെയ്തു നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ. തമിഴകത്തെത്തി ധാരാളം ആൾക്കാരെ വൈകാനദിയുടെ തീരത്ത് ധാരാളം ജൈന ബുദ്ധന്മാരെ കൊല്ലുകയും അവർ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അവരെ കൊല്ലുകയും കേരളത്തിൽ വന്ന് അതുപോലെ തന്നെ ധാരാളം ജൈന ബുദ്ധന്മാരെ കേരളത്തിൽ കൊല്ലുകയും, കേരളത്തിൽ വന്നും ബുദ്ധന്മാരായിരുന്നു കൂടുതൽ, ബുദ്ധജനങ്ങളെ കൂടുതലായിട്ട് കൊല്ലുകയും അവിടെ അവരുടേതായിട്ടുള്ള പല മന്ദിരങ്ങളും ഈ വിഹാരങ്ങളെ പിടിച്ചടക്കുകയും അത് അന്നേരത്തെ ബ്രാഹ്മണർക്ക് കൊടുക്കുകയും അത് കഴിഞ്ഞ് അവിടുന്ന് നിൽക്കക്കളിയില്ലാതെ അവിടുന്ന് തിരിച്ചു പോകുന്നു. അങ്ങനെ തിരിച്ചു പോകുന്ന ഈ പരശുരാമനെ ഇൻഡോർ പുള്ളിയുടെ വീട്ടിലെത്താൻ പറ്റിയില്ല. ഇൻഡോറിനടുത്ത് എത്തിയപ്പോൾ തന്നെ വേറൊരു രാജാവ് ശുഭോങ് എന്ന് പറഞ്ഞൊരു ബുദ്ധരാജാവ് അദ്ദേഹത്തെ കൊല്ലും. അദ്ദേഹത്തിൻ്റെ ആൾക്കാരുടെ കൂടി ഇളെ കൊന്നു. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ആ പരശുരാമനെയാണ് ഇവരെ ചിരഞ്ജീവിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന ആൾ. അദ്ദേഹത്തിന് ഈ ശുഭോങ് എന്ന് പറഞ്ഞ അപ്പോൾ പുള്ളി തിരിച്ചു വന്നു. ഈ പ്രശ്നമെല്ലാം ഉണ്ടാക്കിയിട്ട് പുള്ളി ഇത്രയും ഈ വടക്കോട്ടും തെക്കോട്ടും പോയിട്ട് തിരിച്ചു വന്ന സമയത്ത് ധാരാളം സോഷ്യൽ ഇഷ്യൂസ് ഉണ്ടായി ഈ നോർത്ത് ഇന്ത്യയിലുണ്ടായി. അപ്പോഴത്തേക്കും ഇവർ ഈ ബ്രാഹ്മണരും ക്ഷത്രിയും തമ്മിൽ ഭയങ്കര ശത്രുക്കളായി, ഒരു തരത്തിലും ഒത്തുപോകാൻ വയ്യാതെ ഇതൊക്കെയായി. അപ്പോൾ അങ്ങനെയായപ്പോഴത്തേക്കും അവർ ഈ ഇവരുടെ ഭരണം അല്ലെങ്കിൽ ഇവരുടെ ആധിപത്യം, ബ്രാഹ്മണരുടെ ആധിപത്യം ഈ ഉണ്ടല്ലോ ആര്യാവർത്തത്തിൽ, അതിൽ നിന്ന് മാറി മറ്റൊരു രാഷ്ട്രം ഉണ്ടാക്കാനായിട്ട് ക്ഷത്രിയെല്ലാം തീരുമാനിച്ചു. അങ്ങനെ ക്ഷത്രിയർ തീരുമാനിക്കുകയും അവരൊരു പുതിയ രാഷ്ട്രം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്തു. അപ്പോഴത്തേക്ക് അത് ബ്രാഹ്മണത്തിന് വലിയ അടിയായി. അപ്പോൾ അങ്ങനെ അപ്പോഴത്തേക്ക് മിഥിലയിലെ രാജാവായിരുന്ന ജനകനും കന്യാകുബ്ജിയിലെ രാജാവായിരുന്ന വിശ്വാമിത്രനൊക്കെയായിരുന്നു അതിന് മുൻകൈ എടുത്ത് അവരുടെ നേതൃത്വത്തിൽ ധാരാളം ആൾക്കാർ ഒത്തുകൂടുകയും ഇങ്ങനെ അവർ പുതിയ രാഷ്ട്രത്തെക്കുറിച്ച് എത്തും. അപ്പോൾ അന്ന് ആര്യാവർത്തം എന്ന് പറഞ്ഞാൽ ചെറിയൊരു രാഷ്ട്രമാണ്. അത് ഈ മുമ്പ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവർ മൈഗ്രേറ്റ് ചെയ്ത് അവിടെ വന്ന് ഈ ഗംഗയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള സമതല പ്രദേശത്തിനാണ് ഈ ആര്യാവർത്തം എന്ന് പറയുന്നത്. അവിടെയാണ് ബ്രാഹ്മണരുടെ ആധിപത്യം ഉണ്ടായിരുന്ന സ്ഥലം. അപ്പോൾ ആ ആധിപത്യത്തിൽ നിന്ന് മാറി മഥുരയ്ക്ക് പടിഞ്ഞാറായിട്ടുള്ള മഥുരയുടെ പടിഞ്ഞാറ് ഭാഗം മുഴുവൻ, മഥുരയുടെ പടിഞ്ഞാറ് ഭാഗം ഹരിയാന, പഞ്ചാബ്, സിന്ധ്, ഹിമാചൽ പ്രദേശ്, കാശ്മീർ, ആ പ്രദേശം മുഴുവൻ ഒക്കുപ്പൈ ചെയ്തുകൊണ്ട് ഒരു രാഷ്ട്രം ഇവർ ഉണ്ടാക്കിയെടുത്തു. ക്ഷത്രിയർ. ആ രാഷ്ട്രത്തിന് അവർ ഭൈരവം എന്ന പേര്. ഈ ഭൈരവം എന്ന പേര് പറയാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, അവരുടെ പണ്ടൊരു ക്ഷത്രിയ രാജാവ് ഉണ്ടായിരുന്നു 100 വർഷം മുമ്പ് അലക്സാണ്ടർ തോൽപ്പിച്ച ഫൈരസ് എന്ന് പറയുന്ന രാജാവ്. അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ പേര് ഭൈരവമായിരുന്നു. അപ്പോൾ അതുപോലെ മികച്ച ഒരു പോരാളിയായിട്ടുള്ള രാജാവ് ഒരിക്കലും ക്ഷത്രിയ രാജവംശത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ അവരേറ്റവും ഇഷ്ടപ്പെടുന്ന രാജാവായിരുന്നു ഈ ഫൈരസ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ പേരാണ് ഭാരതം. അപ്പോൾ ആ ഭാരതം എന്ന പേര് തന്നെ ഇവർ ഈ പുതിയ രാഷ്ട്രത്തിന് ഇട്ടു. അതായത് പടിഞ്ഞാറൻ മഥുര, ഹരിയാന, പഞ്ചാബ്, സിന്ധ്, ഹിമാചൽ പ്രദേശ്, ഈ പ്രദേശമെല്ലാം കൂടുന്ന ഒരു പ്രദേശം ഇവർ ഭാരതം എന്ന ഒരു രാഷ്ട്രമുണ്ടാക്കി. അത് ബ്രാഹ്മണസത്തിനെതിരെയായിരുന്നു, അല്ലെങ്കിൽ ആര്യാവർത്തത്തിനെതിരെ ഉണ്ടാക്കിയ ഒരു പുതിയ രാഷ്ട്രമായിരുന്നു ഈ ഭാരതം. അത് BC 220 രൂപം കൊണ്ടത്. അതിൻ്റെ പ്രധാന കാരണം തന്നെ ഈ
പരശുരാമനുമായിട്ടുള്ള ഇഷ്യൂ അത് വലിയൊരു സോഷ്യൽ ഇഷ്യൂ ആയി മാറിയതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ ഇത് സംഭവിക്കുന്നത്. അപ്പം അതിൻ്റെ ലീഡേഴ്സ് നിന്നത് ഇവരാണ് കിങ് ജനകനും കിങ് വിശ്വാമിത്രനും. ഈ വിശ്വാമിത്രൻ നമുക്കറിയാം രാമായണത്തിൽ ഒരു ബ്രാഹ്മണനായിട്ടാണ് കാണിക്കുന്നത്. വിശ്വാമിത്രനെ രാമനെയും ലക്ഷ്മണനെയൊക്കെ ആയുധവിദ്യയും മറ്റു വിദ്യകളൊക്കെ പഠിപ്പിക്കുകയും അതിനുശേഷം ഈ താടകയെ കൊല്ലാനായിട്ട് വിശ്വാമിത്രൻ ഇദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പോവുകയും ഈ രാമനെയും ലക്ഷ്മണനെ വിളിച്ചുകൊണ്ട് പോകുന്ന ഭാഗമൊക്കെ രാമായണത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ വിശ്വാമിത്രൻ ഒരിക്കലും അതിനകത്ത് കാണിച്ചിരിക്കുന്ന വിശ്വാമിത്രൻ അദ്ദേഹത്തെ ഒരു ബ്രാഹ്മണനായിട്ടാണ് കാണിച്ചത്. വിശ്വാമിത്രൻ ബ്രാഹ്മണനല്ല, വിശ്വാമിത്രൻ ക്ഷത്രിയൻ തന്നെയാണ്. വിശ്വാമിത്രൻ ഒരു ചരിത്ര പുരുഷനാണ്, അദ്ദേഹം ജീവിച്ചിരുന്ന ആളാണ്. രാമായണത്തിൽ വിശ്വാമിത്രൻ ചരിത്ര പുരുഷനാണോ എന്നറിയില്ല, മറ്റുള്ള കഥാപാത്രം പോലെ കഥാപാത്രം തന്നെ ആയിരിക്കാം. പക്ഷേ വിശ്വാമിത്രൻ എന്ന ഒരാൾ ജീവിച്ചിരുന്നിരുന്നു, അദ്ദേഹം ക്ഷത്രിയനായിരുന്നു. അത്തരം ക്ഷത്രിയ ഭാരതത്തിൻ്റെ ഫൗണ്ടറാണ് ഈ കിങ് ജനകനോടൊപ്പം. അപ്പോൾ അന്ന് അവർ ഉണ്ടാക്കിയെടുത്ത ആ രാഷ്ട്രം ഈ ക്ഷത്രിയ രാഷ്ട്രത്തിൻ്റെ പേര് ഭാരതം എന്നാണ് നമ്മൾ കണ്ടു. അതുപോലെ അവിടുത്തെ പ്രഥമ പുരുഷൻ അത് നേരത്തെ പറഞ്ഞ ഈ ഫൈറസാണ്, അല്ലെങ്കിൽ ബുഡാപ്പസിലെ രാജാവായിരുന്നു. അതുപോലെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം എഴുതിയ ഈ രാഷ്ട്രത്തിൻ്റെ മൂലമന്ത്രം അത് ഗായത്രി മന്ത്രമാണ്. അത് മൈഥിലി ലിപിയാണ് എഴുതിയത്. അത് ഇന്ന് നമ്മൾ കേൾക്കുന്ന ഗായത്രി മന്ത്രമല്ല, മറ്റു ഗായത്രി മന്ത്രമായിരുന്നു. അതുപോലെ അവരുടെ കുലദൈവമായിട്ട് അവരെടുത്തത് ശിവനെയാണ്, ശിവ. അതുപോലെ ആ വംശത്തിൻ്റെ പേര് ചന്ദ്രവംശം എന്നാണ്. അപ്പോൾ അവരൊരു പ്രത്യേക നിറം തന്നെ അവർ വംശത്തിനുണ്ടാക്കിയെടുത്തു ഈ ദേവന്മാർക്ക്. അതിൻ്റെ ആ നിറമാണ് നീല. നിങ്ങൾക്കറിയാം ശിവൻ്റെ നിറം നീലയാണ്, രാമൻ്റെ നിറം നീലയാണ്, കൃഷ്ണൻ്റെ ബലരാമൻ്റെ ഒക്കെ നിറം നീലയാണ്. അത് ക്ഷത്രിയവംശത്തിൻ്റെ നിറമാണ് ആ നീല. അപ്പോൾ അതുപോലെ ഈ ശിവന് അവതാര കഥകൾ എഴുതി. അത് അവതാര കഥകൾ ആദ്യം എഴുതിയത് ക്ഷത്രിയരാണ്, ബ്രാഹ്മണരല്ല. ഇതിൽ നിന്ന് പിന്നെ കോപ്പി അടിച്ചാണ് പിന്നെ അവർ ഈ അവതാര കഥകൾ എഴുതുന്നത്. അപ്പം ആദ്യത്തെ ഇവരുടെ കുലദൈവം അത് ശിവനാണ്. ശിവൻ്റെ 3 അവതാരം, ആദ്യത്തേത് രാമൻ, രണ്ടാമത്തേത് ബലരാമൻ, മൂന്നാമത്തേത് ശ്രീകൃഷ്ണനല്ല കൃഷ്ണൻ. അങ്ങനെ 3 അവതാരങ്ങൾ എഴുതി. പിന്നെ അവരെഴുതിയ ടെക്സ്റ്റ്, ഈ വിശ്വാമിത്രൻ എഴുതിയ ടെക്സ്റ്റാണ് ശിവപുരാണം, രാമായണം, ഭാരതം. അപ്പോൾ ക്ഷത്രിയന് അതിനുശേഷം അവരുടെ രാജ്യത്ത് അവരിതുപോലെ ഇനി രാജ്യം ഭരിക്കാനുള്ള അവകാശം കിട്ടുമെന്നൊന്നും അവർക്ക് വലിയ ഹോപ്പൊന്നുമില്ലായിരുന്നു. കാരണം എല്ലാം ഭരിക്കുന്ന രാജാക്കന്മാരായിട്ട് ഭരിക്കുന്നതെല്ലാം ഇതാണ്, നാഗവംശികളാണ്, അല്ലെങ്കിൽ ദ്രാവിഡന്മാരാണ്. അപ്പോൾ അവരെ ഇന്ന് തിരിച്ചിനി ക്ഷത്രിയ വംശത്തിന് ഇനി ഒരിക്കലും രാജ്യം ഭരിക്കാൻ ഒരു അവസരം കിട്ടുമെന്നോ എന്നുള്ള ഒരു ഹോപ്പൊന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്തു, അവരെ രാജ്യത്തിന് കൃഷി ഏറ്റവും വലിയ തൊഴിലായിട്ട് അവർ സ്വീകരിക്കുകയും അതുകൊണ്ട് തന്നെ കൃഷിപ്പണിയാണ് അവർ കൃഷിക്കാണ് അവർ കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. അപ്പോൾ ആ കൃഷിക്ക് പ്രാധാന്യം കൊടുക്കാൻ വേണ്ടിയാണ് അവർ ഈ പുരാണങ്ങളിൽ ആത്രത്തിൽ എഴുതിയത്, അതിൻ്റെ അവതാരം. അപ്പം രാമനും അതുതന്നെ കൃഷിക്കാരുടെ രാജാവായിരുന്നു, അതായത് യുദ്ധം ചെയ്യുന്ന രാജാവായിരുന്നില്ല. അതുപോലെ ബലരാമനും കൃഷിയുടെ രാജാവായിരുന്നു, കൃഷിക്കാരുടെ രാജാവായിരുന്നു. അതുപോലെ ശ്രീകൃഷ്ണനും കൃഷിക്കാരുടെ രാജാവായിരുന്നു. ഈ 3 രാജാക്കന്മാരെയും കൃഷിയായിട്ട് ബന്ധപ്പെടുത്തിയാണ് അവരുടെ പുരാണങ്ങൾ എഴുതിയത്. അതായത് രാമൻ്റെ രാമായണവും ക്ഷത്രിയ രാമായണവും, അതുപോലെ തന്നെ മഹാഭാരതമല്ല ഭാരതം, അത് ബലരാമൻ്റെ ശ്രീകൃഷ്ണൻ്റെ, അതെല്ലാം കൃഷിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് അവർ എഴുതിയിരുന്നത്. അപ്പം ഒരു പുതിയ കുലം ഉണ്ടായി. ഏത് കുലം? ചന്ദ്രവംശം ഉണ്ടായി. ചന്ദ്രവംശം എന്ന് പറഞ്ഞാൽ ക്ഷത്രിയരുടേതായിരുന്നു. അതിന് പ്രത്യേക നിറങ്ങളുണ്ടായിരുന്നു, പ്രത്യേക ദൈവം ഉണ്ടായിരുന്നു. ആ ദൈവത്തിന് അവതാരങ്ങൾ ഉണ്ടായിരുന്നു. അവതാര കഥകൾ ആദ്യം എഴുതിയത് വിശ്വാമിത്രനാണ്. അത് ക്ഷത്രിയരുടേതാണ്. ഭാരതം മുഴുവൻ ക്ഷത്രിയരുടേതാണ്. ഈ ഭാരതം എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറൻ മഥുര മുതൽ അങ്ങോട്ട് പോകുന്ന ഹരിയാന, പഞ്ചാബ്, സിന്ധ്, ഇന്നത്തെ പാകിസ്ഥാൻ പ്രദേശം, ഹിമാചൽ പ്രദേശ്, ആ പ്രദേശങ്ങളെല്ലാം കൂടിയായിരുന്നു അവരുടെ ഈ ക്ഷത്രിയ രാജ്യം ഭാരതം. അപ്പം അതോടെ ബ്രാഹ്മണർക്ക് അസഹിഷ്ണുതയായി. കാരണം ആര്യാവർത്തം വന്ന അസൗകര്യയിലായിരുന്നു. അവിടെ കൃഷിയുള്ള ഇതുപോലെ കൃഷിയോ ഒന്നുമില്ലായിരുന്നു. ഇവർ അത്യധ്വാനം ചെയ്ത് കൃഷി ഉണ്ടാക്കി 5-10 വർഷം കൊണ്ട് വളരെ ഫേമസായി ഭാരതം. കാർഷികമായിട്ട് വളരെയധികം പുരോഗതി പ്രാപിച്ചു. അപ്പോൾ ഈ ബ്രാഹ്മണർ ചെയ്ത സകല പൗരോഹിത്യ ജോലികളും ചെയ്യാനായിട്ട് അവർക്ക് ഇതെല്ലാം ആവശ്യമാണ്. അവരെന്ത് ചെയ്തു? വിശ്വാമിത്രൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം കുറേ യുവാക്കളെ പരിശീലിപ്പിച്ചെടുത്തു. അതായത് അവർക്കും വേണമല്ലോ പലതരത്തിലുള്ള റിച്വൽസ് ഉണ്ട്. അവിടെ രാജാവാകുന്നു, ജനിക്കുന്നു, പിള്ളേരുണ്ടാകുന്നു, രാജാവാകുന്നു, അതുപോലെ രാജാവിൻ്റെ സ്നാനാരോഹണം
തിരുവോണം ചെയ്യുന്നു, അല്ലെങ്കിൽ ക്രൗണിങ് നടത്തുന്നു, അതുപോലെ തന്നെ മറ്റ് പല ചടങ്ങ് കല്യാണം നടത്തുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും മരിച്ചു അതുപോലെയുള്ള ചടങ്ങുകളെല്ലാം നടത്താനായിട്ട് അവർ ബ്രാഹ്മണ പുരോഹിതന്മാരെ വിളിക്കാതെ അവരെന്ത് ചെയ്തു, അവർ ക്ഷത്രിയരായിട്ടുള്ള ആൾക്കാരെ, യുവാക്കളെ അവർ അതുപോലെ തന്നെ പൂജാവിധികളെല്ലാം പഠിപ്പിച്ചെടുത്തു. അങ്ങനെ പഠിപ്പിച്ചെടുത്ത് അവരൊരു പ്രത്യേക വിഭാഗമായിട്ട് മാറി. കാരണം അങ്ങനെ അവരെന്ത് ചെയ്തു, അവർ ക്ഷത്രിയ ബ്രാഹ്മണരെന്ന് അവർ വിളിച്ചു, ക്ഷത്രിയ ബ്രാഹ്മണർ. അപ്പം അത് ക്ഷത്രിയർ തന്നെയാണ്. പിന്നെ ഈ പ്രദേശത്ത് ഭാരതത്തിലുള്ള ബ്രാഹ്മണർക്ക് യാതൊരു തൊഴിലുമില്ല. കാരണം ഇതുപോലെയുള്ള ഒരു കാര്യത്തിലും പൗരോഹിത്യമായിട്ടുള്ള ഒരു ജോലിക്കും അവർ ബ്രാഹ്മണരെ വിളിക്കാതെ ഈ ക്ഷത്രിയ ബ്രാഹ്മണരെ ആണ് പിന്നെ വിളിക്കുന്നത്. അങ്ങനെ ഇവർക്ക് തൊഴിലില്ല. അത് മാത്രമല്ല, ഈ ബ്രാഹ്മണർക്ക് തൊഴിലില്ലാതെ ഇരിക്കുക മാത്രമല്ല, അവർ ഒരു കാര്യത്തിലും വിളിക്കുന്നില്ല, അവർക്ക് യാതൊരു ഡിഗ്നിറ്റി ഇല്ല. അതുപോലെ പഞ്ചവിംശ ബ്രാഹ്മണം എന്ന് പറഞ്ഞാൽ ഒരു സിവിൽ ലോ ഉണ്ടായി. ഭാരതത്തിൽ ഒരു സിവിൽ ലോ ഉണ്ടാക്കിയെടുത്തു, പഞ്ചവിംശ ബ്രാഹ്മണം. അതിനകത്ത് രാജനീയ ക്ഷത്രിയ, അതായത് രാജനീയ ക്ഷത്രിയ അല്ലെങ്കിൽ ക്ഷത്രിയന്മാർക്ക് ആദ്യത്തെ സ്ഥാനം സമൂഹത്തിൽ, രണ്ടാമത് ബ്രാഹ്മണർ, മൂന്നാമത് വൈശ്യൻ, പിന്നെ ശൂദ്രൻ. അപ്പോഴത്തേക്കും ബ്രാഹ്മണരുടെ എല്ലാ പ്രിവിലേജും പോയി. അവർ ഇതുവരെ സമൂഹത്തിൽ 1-ാം നമ്പറായിരുന്നു. അപ്പോൾ ഈ ഭാരതത്തിൽ അങ്ങനെയല്ല. ഭാരതത്തിൽ അവരുടെ സ്ഥാനം രണ്ടാം കിടക്കാരായി. അതിനില്ല, തൊഴിലില്ല, സ്ഥാനം 2-ാം കിട, തൊഴിലില്ല, അവരെ ആരും ഒന്നിനും ഒരു കാര്യത്തിനും വിളിക്കുന്നില്ല. അങ്ങനെയപ്പോഴത്തേക്ക് അവർ വളരെ അവശരായി. ഈ ഭാരതത്തിൽ അവർ അവശരായി. ഇതോടെ ബ്രാഹ്മണരുടെ സകല പകയും അവരുടെ സീമയെല്ലാം ലംഘിച്ചു. എങ്ങനെയെങ്കിലും ഭാരതം നശിപ്പിക്കണം എന്നായിരുന്നു പറയുന്നത്. ഏത് തരത്തിലാണ് ഭാരതം നശിപ്പിച്ചേ പറ്റുള്ളൂ. കാരണം അല്ലെങ്കിൽ ഇവിടുത്തെ സകല ഇനി ബ്രാഹ്മണരുടെ സകല അഡ്രസ്സും പോയി. ഇനി മറ്റുള്ള സ്ഥലത്ത് ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ എന്തുമായിരിക്കും? അങ്ങനെ അവരെന്ത് ചെയ്തു? അങ്ങനെ അവർ അവസരം കാത്തിരുന്നു. അങ്ങനെ അവസരം കാത്തിരുന്നപ്പോഴത്തേക്കാണ് ഈ BC 185 വയോധികൻ വിശ്വാമിത്രനെ വസിഷ്ഠൻ കുറേ ആൾക്കാരെ വെട്ടിക്കൊന്നു. വസിഷ്ഠൻ്റെ നേതൃത്വത്തിൽ പോയി വരുന്നു. അത് ഈ വിവരം അറിഞ്ഞപ്പോഴത്തേക്ക് ക്ഷത്രിയരൊക്കെ ഇളകി അവിടെ ബ്രാഹ്മണരുമായിട്ട് അഴിമതിയും കത്തിക്കുത്തൊക്കെ നടത്തി. അപ്പോൾ ഈ സമയത്തായിരുന്നു ബൃഹദ്രഥ എന്ന മൗര്യരാജാവ് ഭരിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ സേനാനായകൻ്റെ പേര് പുഷ്യമിത്രൻ എന്നായിരുന്നു. ഇതൊരു അവസരമായിട്ട് അവരെല്ലാം ബ്രാഹ്മണരെ കണക്കാക്കുകയും അവരെ രഹസ്യ ഗൂഢാലോചന നടത്തുകയും ഉടനെ ഈ പുഷ്യമിത്രൻ പോയി ബൃഹദ്രഥയോട് പറഞ്ഞു, ഇതുപോലെ വിശ്വാമിത്രൻ എന്നൊരു ഒരു ക്ഷത്രിയ രാജാവിനെ കൊന്നു, അതുകൊണ്ട് ഇനി കലാപം ഉണ്ടാകും, ബ്രാഹ്മണരും ക്ഷത്രിയ ഇളവും ഭയങ്കര കലാപം ഉണ്ടാകും, അത് അടിച്ചമർത്തിയേ പറ്റുള്ളൂ, അതുകൊണ്ട് നമുക്ക് സേനയെ ഒരുക്കണം എന്നൊക്കെ പറഞ്ഞു. എന്നാൽ ശരിയാണെന്ന് വിചാരിച്ചു. ഉടനെ ഇദ്ദേഹം സേനയെല്ലാം ഒരുക്കിയപ്പോഴത്തേക്ക് രാജാവിനെ വിളിച്ചു. ഗാർഡ് ഓഫ് ഓണർ സ്വീകരിക്കാനായിട്ട് രാജാവിനെ വിളിച്ചു. ഉടനെ രാജാവ് ഗാർഡ് ഓഫ് ഓണർ സ്വീകരിക്കാനായിട്ട് ഇങ്ങനെ നടന്നു. ഒരു വർഷത്തേക്ക് ചെരിഞ്ഞ് നടന്നപ്പോഴത്തേക്കും ഈ പുഷ്യമിത്ര ശുങ്കൻ എന്ന സ്വന്തം ഈ സേനാപതി എന്ത് ചെയ്തു? അദ്ദേഹത്തെ മുമ്പിൽ നിന്ന് വാളുകൊണ്ട് കുത്തിക്കൊന്നു ഈ രാജാവിനെ. അങ്ങനെ AD BC 185 ബൃഹദ്രഥ എന്ന മൗര്യ രാജാവിനെ കൊന്നിട്ട് പുഷ്യമിത്ര ശുങ്കൻ ഒരു അട്ടിമറി നടത്തിയാണ് ശുങ്ക ഡൈനാസ്റ്റി ഉണ്ടാക്കിയത്. അങ്ങനെയാണ് ആദ്യത്തെ ബ്രാഹ്മണ രാഷ്ട്രം നിലവിൽ വന്നത് BC 185. അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്തു? അപ്പോൾ അതോടുകൂടി ഇനിയിപ്പം ക്ഷത്രിയരെ നശിപ്പിക്കാനുള്ള ചാൻസ് കിട്ടി. കാരണം ഇദ്ദേഹം രാജാവായി. ഇദ്ദേഹം കംപ്ലീറ്റ് സേനയെല്ലാം കൊണ്ട് നേരെ മിഥിലയിലെത്തി. ആദ്യം തന്നെ അദ്ദേഹത്തിൻ്റെ കൊണ്ടുവരുന്ന മറ്റൊരു രാജാവായിരുന്നില്ല ജനകനെ കൊന്നിട്ട് അന്ന് വിശ്വാമിത്രൻ എഴുതിയ ഇത് സാഹിത്യങ്ങളെല്ലാം പിടിച്ചു പറിച്ച് എടുത്തുകൊണ്ട് അവിടുന്ന് പോയി. അദ്ദേഹത്തിൻ്റെ രാമായണം ഉണ്ടായിരുന്നു, ഭാരതം ഉണ്ടായിരുന്നു, ഗായത്രി മന്ത്രം ഉണ്ടായിരുന്നു, ശിവപുരാണം ഉണ്ടായിരുന്നു, അതെല്ലാം കൊണ്ടുപോയി അതെല്ലാം അടിച്ചെടുത്തുകൊണ്ട് അവർ പോയി. പിന്നെ വലിയ സേനയായി പോയി പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ, കാശ്മീർ, സിന്ധ് പ്രദേശങ്ങൾ അവിടെ എല്ലാം ചെന്ന് സകല ക്ഷത്രിയന്മാരും കൂട്ടക്കൊല ചെയ്തു. ഇതോടെ ക്ഷത്രിയരുടെ 4 പാടും ചിതറിയോടി. കാരണം ഇനി ഭാരതം നശിച്ചു, ബ്രാഹ്മണരെ നശിപ്പിച്ചു. ഭാരതത്തിൽ നിന്ന് അവരെല്ലാം കൂട്ടപ്പലായനം നടത്തി മറ്റു പല ദിക്കിലേക്ക് ഓടിപ്പോയി. അപ്പം ക്ഷത്രിയരുടെ ഉന്മൂലനമായിരുന്നു ഈ പുഷ്യമിത്ര ശുങ്കനും ബ്രാഹ്മണരും ലക്ഷ്യം വെച്ചത്. അത് നടത്തുക എന്നായിരുന്നു അവരുടെ ലക്ഷ്യം. അത് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അന്ന് പരശുരാമന് നിറവേറ്റാൻ പറ്റാത്ത ഓത്ത് അല്ലെങ്കിൽ അത് തന്നെ ഓത്ത് അത് ഇവർ നിറവേറ്റി. അതായത് ക്ഷത്രകുലം നശിപ്പിക്കും എന്ന് പറഞ്ഞ ശപഥം എടുത്തിരുന്നു. ആ ശപഥം പരശുരാമനെ കൊണ്ട് നടത്താൻ പറ്റിയില്ല. പരശുരാമൻ കൂടി വന്നാലോ 8, 10, 12 ക്ഷത്രിയെ മാത്രമേ കൊല്ലാൻ പറ്റുള്ളൂ. ബാക്കി ആ ശപഥം ഇന്ന് നിറവേറ്റുന്നത് പുഷ്യമിത്ര ശുങ്കൻ എന്ന ബ്രാഹ്മണ രാജാവിനാണ്. അങ്ങനെ ഭാരതം നശിപ്പിച്ചിട്ട് അവിടുന്ന് ധാരാളം അന്നത്തെ ഭാരതീയർ, അതായത് ക്ഷത്രിയരായിട്ടുള്ളവർ നാനാദേശങ്ങളിൽ കൂട്ടപ്പലായനം ചെയ്തു. അവരവരെ രാഷ്ട്രം ഉപേക്ഷിച്ച് പോയി. ആ രാഷ്ട്രം ഇവർ കൈവശപ്പെടുത്തി അവരെ കൂട്ടക്കൊല നടത്തുകയും ചെയ്തു. അപ്പോൾ 2 വർഷം കൊണ്ട് ഏറെക്കുറെ എല്ലാവരും തല്ലി ഓടിച്ചു.
173 ആയപ്പോഴത്തേക്കും ഇവരെ പുതിയൊരു ലോ ഉണ്ടാക്കി. അതായത് അവർ ഉണ്ടാക്കിയ ആ സോഷ്യൽ ലോയ്ക്ക് എതിരായിട്ട് ശതപഥ ബ്രാഹ്മണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുതിയ സിവിൽ കോഡ് ഉണ്ടാക്കി. അങ്ങനെ ഉണ്ടാക്കിയിട്ട് അവരെന്ത് ചെയ്തു, ബ്രാഹ്മണനെ വീണ്ടും സമൂഹത്തിൽ ഏറ്റവും ആദ്യം പ്രതിഷ്ഠിച്ചു. അതിനുശേഷം വൈശ്യരെ പ്രതിഷ്ഠിച്ചു, പിന്നെ ക്ഷത്രിയ, പിന്നെ ശൂദ്ര. അപ്പം BC 2-ാം നൂറ്റാണ്ടിൽ തന്നെ ഒരു പുതിയ സിവിൽ ലോ ഉണ്ടാക്കുകയും ശതപഥ ബ്രാഹ്മണം എന്ന ഒരു സിവിൽ ലോ ഉണ്ടാക്കുകയും ബ്രാഹ്മണരെ തന്നെ ആദ്യം, പിന്നെ അതിന് വൈശ്യർ, പിന്നെ ക്ഷത്രിയർ, പിന്നെ ശൂദ്ര എന്ന ഒരു സിവിൽ ലോ ഉണ്ടാക്കി. ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി. അപ്പം അതിന് മുമ്പ് എങ്ങനെയായിരുന്നു, ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ എന്നായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, ബ്രാഹ്മണർ, വൈശ്യർ, ക്ഷത്രിയർ എന്നായി. എന്നാൽ ക്ഷത്രിയരുണ്ടോ സമൂഹത്തിൽ? ഇല്ല, അവരെല്ലാം ഓടിപ്പോവുകയും ചെയ്തു. അതായത് ഫലത്തിൽ ക്ഷത്രിയരില്ല. അപ്പം ബ്രാഹ്മണറിന് ശേഷം പിന്നെ വന്ന വൈശ്യരാണ്. അപ്പോൾ BC 2-ാം നൂറ്റാണ്ടിൽ തന്നെ നമ്മൾ ഇന്ന് പറയുന്ന സ്ട്രക്ചർ ഇല്ല. ബ്രാഹ്മണർ, ക്ഷത്രിയ, വൈശ്യം പറഞ്ഞ ഒരു സ്ട്രക്ചർ BC 2-ാം നൂറ്റാണ്ടിൽ തന്നെ ഇല്ലാതായി. അന്ന് തന്നെ ബ്രാഹ്മണർ, വൈശ്യർ, ശൂദ്രൻ എന്ന് പറഞ്ഞ ആ സ്ട്രക്ചറാണ് ഉണ്ടായിരുന്നത് അന്നോട്ട് ഇന്ന് വരെ. അപ്പോൾ നമ്മളിന്ന് പറഞ്ഞ ഈ സ്ട്രക്ചർ ഇല്ല. അത് BC 2-ാം നൂറ്റാണ്ടിൽ തന്നെ നശിച്ചു. അന്നോട്ട് തന്നെ ബ്രാഹ്മണരും വൈശ്യരും തമ്മിലാണ് ബന്ധം. ഇടയ്ക്കുണ്ടായിരുന്ന ക്ഷത്രിയ ഇല്ലാതായി. ഫലത്തിൽ ക്ഷത്രിയ ഇല്ല, കാരണം അവർ നാനാവഴിക്ക് കൂടി ക്ഷത്രിയേ ഇല്ല. അന്ന് മുതൽ ക്ഷത്രിയരില്ല ഈ ഭാരതത്തിൽ, അല്ലെങ്കിൽ ഇന്ത്യയിലില്ല. മഹാഭാരതത്തിൽ അവതരിപ്പിച്ചിരിക്കുന്ന മഹാഭാരതം എന്ന പുസ്തകം എഴുതിയിരിക്കുന്നത് ഇത് തന്നെ പറയാനാണ്. എന്ന് പറയാം, 18-ാം യുദ്ധം നടക്കുന്നു, അല്ലെങ്കിൽ പാണ്ഡവരും കൗരവരും തമ്മിൽ യുദ്ധം നടന്നതിൻ്റെ കഥയല്ല ഈ മഹാഭാരതം പറയുന്നത്. പിന്നെ എന്താണ് ഇതിനകത്ത്? ക്ഷത്രിയരും ബ്രാഹ്മണരും തമ്മിലുള്ള യുദ്ധം, അല്ലെങ്കിൽ ക്ഷത്രിയരും ബ്രാഹ്മണരും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ കഥയാണ് ആക്ച്വലി ഈ പുസ്തകത്തിൽ പറയുന്നത്. ഈ പുസ്തകത്തിൽ അതിനകത്ത് പാണ്ഡവർ എന്ന് പറയുന്ന അത് ബ്രാഹ്മണരാണ്. നമുക്കറിയാം, അവർ ക്ഷത്രിയരായിരുന്നു. അതിനുശേഷം അവരുടെ അച്ഛനും ക്ഷത്രിയരായിരുന്നു. ക്ഷത്രിയരായിരിക്കുന്ന അവരെ ബ്രാഹ്മണരാക്കി മാറ്റി. എല്ലാ പാണ്ഡവരും പൂണിലിട്ടുണ്ടെന്ന്. അവർക്ക് ബ്രാഹ്മണരായിട്ടുള്ള അച്ഛന്മാരുണ്ടായി. ആ ബ്രാഹ്മണരായിട്ട് അച്ഛന്മാരുണ്ടായ ആ മക്കളാണ് കുന്തിക്കുണ്ടായവരെല്ലാം ബ്രാഹ്മണരാണ്. അതായത് അവരെ ബ്രാഹ്മണരാക്കി മാറ്റി. പാണ്ഡവരെല്ലാം ബ്രാഹ്മണരാണ്, അതുപോലെ കൗരവരെല്ലാം ക്ഷത്രിയരാണ്. അപ്പോൾ കൗരവരുടെയും ക്ഷത്രിയരുടെയും സംഘർഷത്തിൻ്റെ കഥ പറയാനാണ് ഈ മഹാഭാരതം എഴുതി. അല്ലാതെ അതിനകത്ത് പാണ്ഡവർ എന്ന് പറഞ്ഞ ഒരു വിഭാഗം ഉണ്ടായിരുന്നില്ല, അത് ബ്രാഹ്മണരാണ്. അതുപോലെ കൗരവർ എന്ന് പറഞ്ഞൊരു ഇതുണ്ടായിരുന്നില്ല, അത് ക്ഷത്രിയരാണ്. ക്ഷത്രിയരുടെയും ബ്രാഹ്മണരുടെയും സംഘർഷ കഥ പറയുന്ന കഥയാണ് ആക്ച്വലി ഈ മഹാഭാരതം എന്ന പുസ്തകം. അപ്പം BC 220 മുതൽ 155 വരെയുള്ള ഭാരതത്തിലെ ബ്രാഹ്മണർക്കേറ്റ അടികളാണ് തിരിച്ചടികളായി മഹാഭാരതത്തിൽ കൗരവർക്ക് നേരെ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. ക്ഷത്രിയർ എല്ലാ തരത്തിലും അധമന്മാരാണ്, രണ്ടാം കിടക്കാരാണ്, അന്തിമ വിജയം ബ്രാഹ്മണർക്ക് തന്നെയാണ് എന്ന് പറയാനാണ് ഈ ടെക്സ്റ്റ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഭാരതം തകർത്തതിൻ്റെ വിജയം ആഘോഷിക്കുന്ന പ്രതീകാത്മകമായ കഥയാണ് മഹാഭാരതം. വിശ്വാമിത്രൻ എഴുതിയ ഭാരതം എന്ന കഥ കൃഷ്ണൻ്റെയും ബലരാമൻ്റെയും കഥയാണ്. അപ്പോൾ പാണ്ഡവരും കൗരവരും അതിൽ വന്നു പോകുന്ന കഥാപാത്രങ്ങൾ മാത്രമാണ്. ഒരുമിച്ച് നിന്ന് ജരാസന്ധനെതിരെ യുദ്ധം ചെയ്ത് കൃഷ്ണനെ സഹായിച്ചവരാണ് പാണ്ഡവരും കൗരവരും. എന്നാൽ അതിൽ പകയോ കുടുംബ വഴക്കോ വസ്ത്രാശയവുമോ അല്ലെങ്കിൽ കൊലപാതകമോ ശ്രമമോ ഉന്മൂലന സിദ്ധാന്തമോ ഒന്നുമില്ല. അത്രയൊരു ഭാരതത്തിൻ്റെ കഥയായിരുന്നു വിശ്വാമിത്രൻ എഴുതിയത്. എന്നാൽ 16-ാം നൂറ്റാണ്ടിൽ എഴുതിയ മഹാഭാരത കഥ എഴുതിയ 16-ാം നൂറ്റാണ്ടിലാണ്. ഈ മുഗളന്മാരുടെ കാലത്താണ് എഴുതിയത്. അതിൽ ആ കഥയ്ക്ക് എങ്ങനെയാണ്, അത് ക്ഷത്രിയകുലത്തിൻ്റെ ഉന്മൂലനത്തിൻ്റെ പ്രതീകാത്മകമായ ചിത്രീകരണമാണ്. ആക്ച്വലി കൗരവരുടെ ഉന്മൂലനം ആണ് കൃഷ്ണൻ നടത്തുന്നത്. അതിൽ കൗരവരാരാണ്? അത് ശരിക്കും ക്ഷത്രിയരാണ്. അപ്പോൾ ക്ഷത്രിയ കുലത്തിൻ്റെ ഉന്മൂലനത്തിൻ്റെ കഥയാണ് ഈ മഹാഭാരത കഥ. അതിന് ചരിത്രമോ തെളിവുകളോ ആവശ്യമില്ലാത്തൊരു രചനയാണ്. അപ്പം ക്ഷത്രിയരെ കൊന്നു മുടിക്കാൻ ബ്രാഹ്മണരെ കൊണ്ട് കൊന്നു മുടിക്കാൻ ഒരു കുടുംബത്തിലെ പാണ്ഡവരെ മാത്രം മതപരിവർത്തനം നടത്തി ബ്രാഹ്മണരാക്കിയ കഥയാണ് മഹാഭാരതം. ഒരു കുടുംബത്തിലെ ഒരു വിഭാഗം ആൾക്കാരെ പാണ്ഡവരെ ബ്രാഹ്മണരാക്കിയും കൗരവരെ ക്ഷത്രിയരാക്കി ആണ് ഈ കഥ രചിച്ചിരിക്കുന്നത്. നമ്മൾ പാണ്ഡവരെന്നും കൗരവെന്നും പറയുന്നത് അത് യഥാർത്ഥ ചരിത്രത്തിൽ അത് പാണ്ഡവരെ ബ്രാഹ്മണരെയും അതുപോലെ തന്നെ ഈ കൗരവരെ ക്ഷത്രിയയാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ 220 മുതൽ 155 വരെയുള്ള കാലഘട്ടത്തിൽ ബ്രാഹ്മണർക്കേറ്റ ഈ സകല അടികളും, അല്ലെങ്കിൽ ഈ ക്ഷത്രിയയിൽ നിന്ന് കിട്ടിയ അടികൾ, അതെല്ലാം അവർ മഹാഭാരതത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. അതായത് വനവാസം, അല്ലെങ്കിൽ അങ്ങനെയല്ല നടന്നില്ല. അത് ഇതെല്ലാം കൗരവർ ചെയ്തു, അല്ലെങ്കിൽ ക്ഷത്രിയ അല്ലാത്ത അധമന്മാരാണ്, രണ്ടാം കിടക്കാരാണ്, അന്തിമ വിജയം ബ്രാഹ്മണർക്ക് മാത്രം ആണ് ഉണ്ടാവുക എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയാണ് ഇത്തരം ടെസ്റ്റ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യണം, അതാണ് നിൻ്റെ ധർമ്മം. ഇവിടെ ശത്രുനിഗ്രഹമാണ് നിൻ്റെ കർമ്മം എന്ന് കൃഷ്ണൻ അർജുനോട് പറയുന്നുണ്ട്. പക്ഷേ എന്നൊക്കെ പറഞ്ഞ് ഈ കൃഷ്ണൻ ഇങ്ങനെ പറയുമ്പോഴേ കൃഷ്ണൻ്റെ ഉള്ളിൽ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു, ഫലം ഇച്ഛിക്കുന്നുണ്ട്. കൃഷ്ണൻ എന്ത് ഫലമാണ് ഇച്ഛിക്കുന്നത്?
അതായത് കൗരവരെ നശിപ്പിക്കുക, അതായത് ക്ഷത്രിയരെ നശിപ്പിക്കുക. കൃഷ്ണൻ എന്ന ബ്രാഹ്മണന് ക്ഷത്രിയരെ നശിപ്പിക്കണമായിരുന്നു. അതിനാണ് അപ്പോൾ അർജുനന് ഗീത ഉപദേശം നൽകുന്നത്. നമ്മളോട് പറയുന്നത് എന്തുവാ? ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യാൻ. അല്ലെങ്കിൽ അർജുനോട് പറയുന്നത് ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യാൻ. ഫലം ഇച്ഛിക്കുന്നുണ്ട്. അർജുനന് ഫലം ഇച്ഛിക്കേണ്ടെങ്കിലും കൃഷ്ണന് ഫലം ഇച്ഛിക്കണം. കാരണം കൃഷ്ണൻ്റെ ഫലേച്ഛ ഇതാണ്, ക്ഷത്രിയരെ മുഴുവൻ കൊല്ലുക, അല്ലെങ്കിൽ കൗരവരെ മുഴുവൻ കൊല്ലുക. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. അപ്പം ഫലം ഇച്ഛിക്കാതെ അല്ല യുദ്ധം നടത്തിയത്, ഫലം ഇച്ഛിച്ച് തന്നെയാണ് യുദ്ധം നടത്തിയത്. എന്തായിരുന്നു ഫലം? ഉന്മൂലനം, ക്ഷത്രിയ ഉന്മൂലനം, അല്ലെങ്കിൽ കൗരവരുടെ ഉന്മൂലനമായിരുന്നു പുള്ളിയുടെ ഉദ്ദേശം. അപ്പം മഹാഭാരത കഥ ഒരു നടന്ന യുദ്ധകഥയൊന്നുമല്ല, അത് ബ്രാഹ്മണ ക്ഷത്രിയ സംഘർഷത്തിൻ്റെ കഥയാണ്. ഭാരതം ബ്രാഹ്മണരാൽ തകർത്തതിൻ്റെ ആവിഷ്കാരമാണ്. പക്ഷേ അവർക്ക് ആ പേര് കാണാമായിരുന്നു. ഭാരതം ഇവർ നശിപ്പിച്ചു, പക്ഷേ എങ്കിലും ഭാരതത്തിൻ്റെ പേര് വേണം, ഭാരതത്തിൻ്റെ സാഹിത്യം വേണം. ഭാരതത്തിൻ്റെ സാഹിത്യം മുഴുവൻ അടിച്ചെടുത്തു, ഭാരതത്തിൻ്റെ പേരും അടിച്ചെടുത്തു. പക്ഷെ എന്നിട്ടും ഇപ്പം ഭാരതം ബ്രാഹ്മണരുടേതാണ്. ക്ഷത്രിയരുടെ പേര് പോലും അതിനകത്തില്ല, അവരുടെ കഥ പോലും എങ്ങുമില്ല. അപ്പം മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നമസ്കാരം.